ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രവാസി ക്ഷേമനിധി ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുക്കാം, പ്രവാസി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്തെല്ലാം, പ്രവാസി മെമ്പർഷിപ്പ് എങ്ങനെ കണ്ടെത്താം, മെമ്പർഷിപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ പ്രവാസി ക്ഷേമനിധി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ പ്രവാസി പേയ്മെന്റ് ലോഗിൻ എന്നിങ്ങനെ കാണാം. അതിൽ ലോഗിൻ എന്നുള്ള ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, എക്സിറ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ, യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ, ക്വിക്ക് പേയ്മെന്റ് എന്നിങ്ങനെ കാണാം. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് എത്തിച്ചേരുന്നത്. പേജിലേക്ക് മുമ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച യൂസർ നെയിമും പാസ്വേഡുമാണ് ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇമെയിൽ ID വെച്ചോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചോ നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് മൊബൈൽ നമ്പർ വെച്ചാണ്. അങ്ങനെ മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചർ കോഡും അടിച്ച് ലോഗിൻ എന്നുള്ള ബട്ടൺ അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പേജിലേക്ക് വരും. നമ്മുടെ മെമ്പർഷിപ്പ് നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും കാണിക്കുന്ന ഒരു പേജിലേക്ക് വരും. അതിന്റെ മുകളിൽ കാണുന്ന ഇടത്ത് ഭാഗത്ത് കാണുന്ന 3 ബാർ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിന്നീട് വേറെ ഇതേ ഒരു രൂപത്തിൽ ഒരു പേജിലേക്ക് വരും. അതിൽ നമുക്ക് കാണാൻ കഴിയും പ്രിന്റ് ആപ്ലിക്കേഷൻ, ഹോം, പ്രൊഫൈൽ ആൻഡ് മെമ്പർഷിപ്പ്, പ്രിന്റ് അംശാദായം കാർഡ്, പ്രിന്റ് ID കാർഡ്, ഇങ്ങനെ ഓരോ ഓപ്ഷനുകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. അതിൽ പ്രിന്റ് ID കാർഡ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് വരും. പ്രിന്റ് ചെയ്തെടുക്കാനുള്ള നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു പേജിലേക്ക് നമ്മൾ എത്തിച്ചേരും. എത്തിച്ചേരുന്ന പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹെയർ ഈസ് വ്യൂ ID കാർഡ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ID കാർഡ് കാണാൻ സാധിക്കുന്നതാണ്. അതിനടിയിൽ ക്ലിക്ക് ഡൗൺലോഡ് ID കാർഡ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ID കാർഡ് പ്രിന്റ് ചെയ്ത് എടുക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലെ പോരായ്മകൾ കമന്റ് ചെയ്യുക. താങ്ക് യു.